ചെറുപ്പളശ്ശേരി നഗരസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ചെറുപ്പളശ്ശേരി ടൗണിൽ തെരഞ്ഞെടുപ്പ് റാലി നടന്നു. പുത്തനാൽക്കൽ പരിസരത്തു നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ആരംഭിച്ച റാലി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിന്റെ ഫലമായി കേന്ദ്ര സർക്കാരിന്റെ കടുത്ത ദ്രോഹത്തെ തുടർന്ന് കേരളത്തിലൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ പെൻഷന് കുറച്ച് കാലതാമസമുണ്ടായി. അന്ന് ചട്ടിയും കയ്യിൽ പിടിപ്പിച്ച് ഒരാളെ ഇറക്കിയവരാണ് UDF എന്ന് ഓർക്കണം. ഓർമ്മയില്ലേ? നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു. അന്നത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഈ ചട്ടി പിടിച്ച സ്ത്രീയെ. അവർ പിന്നീട് പോയിട്ട് BJP ചേർന്നു. ഇപ്പൊ പെൻഷൻ കിട്ടുന്നില്ലെന്നും പരാതി പറഞ്ഞ് ചട്ടിയുമായിട്ട് ആളെ ഇറക്കിയവർ ഇപ്പൊ പെൻഷൻ വിതരണം ചെയ്യുന്നതിനെതിരെ പരാതി കൊടുക്കണം. 1045 കോടി രൂപ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം 12,540 കോടി രൂപയാണ് കേരളം പെൻഷനായിട്ട് കൊടുക്കുന്നത്. ചെറുപ്പളശ്ശേരി നഗരസഭയിൽ എത്ര ഗുണഭോക്താക്കൾ? 6,500 എന്ന് പറഞ്ഞാൽ 1,30,00,000 രൂപയാണ് ഓരോ മാസവും ചെറുപ്പളശ്ശേരി നഗരസഭയിൽ മാത്രം ആളുകളുടെ കയ്യിൽ സർക്കാർ എത്തിച്ചു കൊടുക്കുന്നത്. CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം P കബീർ, LDF മുനിസിപ്പൽ ചെയർമാൻ KK സൈദലവി, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C ജയകൃഷ്ണൻ, M സിജു, P രാമചന്ദ്രൻ, O സുലേഖ, PK സുജിത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.